ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇഷ്ട സീരിയൽ ക്ലൈമാക്സിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് നവീൻ അങ്ങനെ കിരണിനെയും വേലുവിനെയും രതീഷിനെയും കൊണ്ട് ജയിലിൽ പോയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ രതീഷിനോടും കിരണിനോടും വേലുവിനോടും ചോദിക്കുന്നുണ്ട്, ശരിക്കും എന്താ സംഭവിച്ചെന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ തന്നെയാ സംഭവിച്ചത്. അപ്പോ കിരൺ എന്നെ വിളിച്ചാൽ മതിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ എന്നെ വിളിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ വേണ്ട പോലെ അത് കൈകാര്യം ചെയ്താനെ. എന്ത് പറയാനാ, എല്ലാം സംഭവിച്ചു പോയി. അല്ല, വേലു കുറ്റമേറ്റെന്ന് കേട്ടല്ലോ. അല്ല, വേലു ആണോ അവന്റെ തലക്കടിച്ചത് എന്ന് നവീൻ ചോദിക്കുമ്പോ വേലു ഒന്നും മിണ്ടുന്നില്ല. കിരൺ പറയുന്നുണ്ട്, ഇവൻ അങ്ങനെ പറഞ്ഞു പോയി, പക്ഷെ ഇവനല്ല അത് ചെയ്തത്. പിന്നെ എന്തിനാ വേലു കുറ്റം ഏൽക്കാൻ പോയത്? അതെന്തിനാന്നുള്ളത് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അല്ല നവീനെ നമുക്ക് ജാമ്യം കിട്ടോ എന്ന് കിരൺ ചോദിക്കുമ്പോ ചെറിയ സംശയമുണ്ട് കിരണെ. കേസ് അത്ര ബലപ്പെട്ട രീതിയിലാണ് ഇവിടുത്തെ CA FIR തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ശ്രമിക്കാം, പ്രതീക്ഷകളൊന്നും കൈവിടണ്ട, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നവീൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. കിരണിനും എല്ലാവർക്കും ആകെ ടെൻഷൻ കേട്ടോ. കിരൺ പറയുന്നുണ്ട്, നമ്മൾ ചെയ്ത തെറ്റ് ആ ബോഡി മറവ് ചെയ്തതാണ് എന്ന് കിരണും അത് മനസ്സിലായി കേട്ടോ. അവരങ്ങനെ നിൽക്കാണ്. അതിനുശേഷം നവീൻ CAനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുന്നുണ്ട്. മേ ഐ കമ്മിൻ പോയപ്പോ ഓ വാ 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 എന്ന് പറഞ്ഞിട്ട് CA വിളിക്കാണ്. അല്ല സാറേ, ഈ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ ആള് ലോകത്തിന് തന്നെ വേണ്ടാത്തൊരുത്തനാണ്. കൊലപാതകവും കൊലയും അതുപോലെ കൊലവിളിയും അതുപോലെ തന്നെ പല പല തെറ്റുകൾ അവന്റെ പേരിലുള്ളത്. പിന്നെ അവനെ പോലത്തെ ഒരാൾ മരിച്ച ആശ്വാസമായിട്ട് കരുതല്ലേ വേണ്ടത്. എന്തിനാണ് സാറേ അതിന്റെ പിറകെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത്? വക്കീലെ, ഈ കേസ് ഞാൻ അങ്ങോട്ട് പോയി അന്വേഷിച്ചൊന്നുമല്ല. അവനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി പരോളിൽ ഇറങ്ങിയപ്പോ തന്ന കേസ് ഒരു പരാതിയാണ്. അതെനിക്ക് പിന്നെ അന്വേഷിക്കണ്ടേ? അല്ല സാറേ, ഈ പരോളിൽ ഇറങ്ങിയ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും അത്ര നല്ലതൊന്നും അല്ലല്ലോ. സാർ ഈ കേസൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ടായിരുന്നു. അതെ, എന്റെ ഒരു രീതിയാണ്. എത്ര ഇതാണെന്നുണ്ടെങ്കിലും ഒരാളിന് ഒരു കേസ് പരാതി തന്നു കഴിഞ്ഞാൽ അത് ഞാൻ അന്വേഷിക്കും. അതെന്റെ ഒരു രീതിയാണെന്ന് കൂട്ടിക്കും. അല്ല, ഒരാൾ കൊലപാതകയും കുറ്റവാളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് അന്വേഷിക്കേണ്ടത് പോലീസുകാരുടെ കടമയല്ലേ? അത് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പൊ വക്കീലിന്റെ ജോലി ചെയ്യണ പോലെ. അല്ല, നാളത്തെ ജാമ്യത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ടാ ഞാൻ വന്നത്. നാളെ വക്കീല് കുറച്ച് വിയർക്കേണ്ടി വരും. ജാമ്യം കിട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. അത് സാറല്ലല്ലോ പറയേണ്ടത്, കേസ് വാദിക്കണ ഞാനല്ലേ പറയേണ്ടത്. എന്തായാലും ശരി, നമുക്ക് നാളെ കോടതി വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് നവീൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. CA ഇങ്ങനെ നവീനെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുകയാണ്. CA പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും CA അല്ല, നവീൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും SA വരുന്നുണ്ട്. എന്തായി സാറേ, എന്തായി, സംസാരിച്ചായിരുന്നോ? CA ഒട്ടും ഒരു ഇതില്ലാത്ത തൽപര കക്ഷിയല്ലല്ലോ എന്ന് പറയുമ്പോ അതല്ലേ സാറ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്കൊക്കെ വലിയ തലവേദനയാണ് അങ്ങേര് ഒരു ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെയും കൂടി അതിലേക്ക് ഇറക്കുന്ന രീതിയാണ് ഈ ഗംഗപ്രസാദ് മരിച്ച. സമാധാനമായിട്ട് കാണേണ്ടതല്ലേ? പിന്നെ അമ്മയെ തല്ലിയാലും രണ്ട് രീതി ഉണ്ടല്ലോ ഇവിടുത്തെ നാട്ടുകാർക്ക്. അതുകൊണ്ട് ഇപ്പൊ ഗംഗപ്രസാദ് പുണ്യാളെന്ന് പറഞ്ഞിട്ട് കുറെ പേര് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അതൊക്കെയാണ് മെയിൻ കാരണം. എന്തായാലും കോടതിയിൽ കുറച്ച് പ്രയാസമായിരിക്കും സാറേ എന്ന് SA പറയാണ്. അപ്പൊ വക്കീല് പറയുന്നുണ്ട്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ് എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് സ്റ്റെഫി വരുവാ കേട്ടോ. സ്റ്റെഫിനെ കാണുമ്പോ SA പറയുന്നുണ്ട്, എന്താടി നിന്റെ ആഗ്രഹം പോലെ തന്നെ നടന്നു സാറേ. അതിന് CS സാർ എടുത്ത് ഒരു നന്ദി പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് എന്ന് പറയുമ്പോഴേക്കും ഇതാരാ എന്ന് സ്റ്റെഫി ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ SA പറയുന്നുണ്ട്, സാറേ, വക്കീൽ സാറേ, ഇതാരാന്ന് മനസ്സിലായോ? ഓ മനസ്സിലായി, TV-ലും പത്രത്തിലൊക്കെ വന്ന വലിയ വനിതയല്ലേ, ധീര വനിതയല്ലേ, അറിയാതെ എങ്ങനെയാ ഇരിക്കുന്നത്? എടി, നിനക്ക് നാളുണ്ടാടി അങ്ങനത്തെ ഒരുതിന്റെ പുറകെ പോയിട്ട് അവൻ മരിച്ചപ്പോ കേസ് കൊടുക്കാനായിട്ട്? അതെ, നിങ്ങളുടെയൊക്കെ കണ്ണിലെ ഗംഗപ്രസാദ് കൊലയാളിയും കുറ്റവാളിയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ എന്റെ കണ്ണിൽ അവനൊരു ആണാണ്, ആണത്തുള്ളാണ്. അവളുടെ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അവന്റെ കൂടെ ഇറങ്ങിപ്പോയത്, മനസ്സിലായോ? അതുകൊണ്ട് അവൻ അങ്ങനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് തെളിയിക്കണം. ആ കുറ്റവാളികളെ കാണാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. ഓഹോ, അവര് കുറ്റവാളികളായല്ലേ? നിന്റെ ഗംഗക്ക് ആരെ വേണമെങ്കിലും കൊല്ലാലേ, അപ്പൊ അവൻ കുറ്റവാളിയല്ല. അവനാരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അപ്പൊ അവൻ കുറ്റവാളിയാണല്ലേ? ഇടി, നിന്റെ ഗംഗെ എത്രമാത്രം വൃത്തികേടാണ് കാട്ടിൽ പോയി കാണിച്ചു കൂട്ടിയത് നിനക്കറിയാവോ? അവിടെ പാവപ്പെട്ട ആൾക്കാരൊക്കെ എന്തൊക്കെ ചെയ്യുന്ന അറിയാവോ നിനക്ക്? അതൊന്നും അവൾക്ക് അറിയണ്ട. എന്നിട്ട് ഗംഗ വലിയ ആണത്തുള്ളവനാണെന്ന്. ആണത്തുള്ളവനെ നീ ശരിക്കും കണ്ടിട്ടില്ലടി, അതിന്റെ കുഴപ്പം നിനക്ക് എന്ന് പറഞ്ഞിട്ട് നവീൻ അവിടുന്ന് പോവാണ്. SA പറയണ്ട, അതെ നീ CS സാറിനെ കാണാൻ വന്നല്ലേ, അകത്ത് കയറിപ്പോ എന്ന് പറയാണ്. എന്നിട്ട് CA എടുത്ത് പറയണ്ട, സാറിനെ കാണാൻ വേണ്ടി സ്റ്റെഫി വന്നിട്ടുണ്ട്. ഓ, നന്ദി പറയാനായിട്ടായിരിക്കും, കടത്തിവിട് എന്ന് പറയാണ്. അങ്ങനെ സ്റ്റെഫി അകത്തേക്ക് വരുന്നുണ്ട്. എന്താടി എന്ന് CA ചോദിക്കുമ്പോ, സാറേ നന്ദിയുണ്ട് സാറേ എനിക്ക് വേണ്ടി അവര് അറസ്റ്റ് ചെയ്തല്ലോ. ആര് പറഞ്ഞടി അത് നിനക്ക് വേണ്ടിയിട്ടാണ്? നിനക്ക് വേണ്ടി ചെയ്യാൻ നീ ആരാടി
മുമ്പിൽ ഒരു പരാതി കിട്ടിയ ഞാൻ അത് അന്വേഷിക്കും, അല്ലാതെ നിന്നെ കണ്ടോട്ടൊന്നും അല്ല. അല്ല സാറേ, അവർക്ക് എന്തായി? നാളെ ശിക്ഷ വിധിക്കോ സാറേ? നാളെ കോടതി കൊണ്ടുപോകും സാറേ എന്നൊക്കെ പറയുമ്പോഴേക്കും, അതൊക്കെ ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തുന്ന എന്താടി? നീ എന്റേതായത് ആ മേലുദ്യോഗസ്ഥനോ? നിനക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലേ നാളെ കോടതിയിൽ നീ വേണമെങ്കിൽ വന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്ക്, അല്ലാണ്ട് എനിക്ക് നിന്റെ മുമ്പിൽ പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ നീ വന്നത് അവരെ കാണാൻ വേണ്ടിട്ടല്ലേ? അവര് ലോക്കപ്പിലുണ്ട്, വേണമെങ്കിൽ പോയി കണ്ടോ എന്ന് പറയാണ്. അങ്ങനെ സ്റ്റെഫി ലോക്കപ്പിലേക്ക് നടന്നു പോകുന്നുണ്ട്. അവിടെ കിരണും അതുപോലെ തന്നെ നമ്മുടെ വേലും രതീഷോട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സ്റ്റെഫി വന്നിട്ട് അവർ രണ്ടുപേരും പുച്ഛത്തോടെ നോക്കാണ്. 3 പേര്. കണ്ടു, കാണേണ്ട കാഴ്ച കണ്ടു, എനിക്ക് സമാധാനായി, തൃപ്തിയായി. എന്റെ ഗംഗയെ കൊന്നവരെ എനിക്ക് ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയല്ലോ. എന്റെ ഗംഗ ആണത്തുള്ളവൻ ആണാടാ എന്നൊക്കെ പറയുമ്പോ രതീഷ് പറയണ്ടേ, നീ കുറെ നേരം ആണത്തുള്ളവൻ ആണെന്ന് പറയുന്നത്, നിനക്ക് അത് മാത്രമേ പറയാനുള്ളൂ. വലിയ ആണത്തുള്ളവനാണല്ലോ പുറകെ കൂടി വന്ന് കത്തിക്കൊണ്ട് കുത്താൻ നോക്കണത്, നാണോ ഇല്ലാത്തവൻ. അവനെ പണ്ടത് ബീരു എന്നാണ് എന്ന് പറയുമ്പോ കിരൺ പറയണ്ട്, അതേടി ബീരു തന്നെയാ പറയേണ്ടത്. രതീഷ് പറഞ്ഞ സത്യം തന്നെയാണ്. അവനെയൊക്കെ എന്തിനെ കൊള്ളാടി? എടാ നീ ഇങ്ങനെയൊക്കെ പറയും, നിനക്ക് എന്നിട്ട് രക്ഷയില്ലടാ. എടി ഞങ്ങൾ നാളെ ജാമ്യത്തിൽ ഇറങ്ങും, നീ കണ്ടോടി എന്ന് പറയുമ്പോഴേക്കും, എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങുന്ന മുമ്പ് നിങ്ങൾ ഇതുപോലെ ജയിലിൽ കാണാൻ പറ്റിയല്ലോ. എന്റെ ഗംഗയുടെ ആത്മാവിന് സമാധാനായിട്ടുണ്ടാവും. പിന്നെ നിങ്ങളെ കൊണ്ടെന്നെ പറയിപ്പിക്കോടാ. ഗംഗയുടെ ബോഡി എവിടെയാ മറവ് ചെയ്യുന്നത് നിങ്ങളെ കൊണ്ടെന്നെ പറയിപ്പിക്കും. പിന്നെ ഞാൻ പരോളകയിൽ തിരിച്ചു പോവാനായി, പക്ഷെ ഉടനെ തന്നെ ഞാൻ തിരിച്ചിറങ്ങും. അല്ലാതെ ഞാൻ ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. ഗംഗയുടെ കൂട്ടാളികളൊക്കെ പുറത്തുണ്ട്, അവന്മാര് നിങ്ങളെയൊക്കെ ശരിപ്പെടുത്തിക്കോളോടാ എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അവിടെ നിന്ന് പോവാണ്. സ്റ്റെഫി പോയി കഴിയുമ്പോഴേക്കും കിരൺ ബൈജുനോടും, അത് ബൈജു അല്ലെ നമ്മുടെ രതീഷിനോടും വെയിലിനോടും പറയണ്ടേ, ഇവളുടെ സൂക്ഷിക്കണം, ഇവളുടെ കൂട്ടാളികളെ. അവള് ആ ഒരു അപായ ഭീഷണിയാണ് നമുക്ക് തന്നുപോയത് എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിനെയാണ്. കല്യാണി ഇങ്ങനെ നല്ല മയക്കത്തിലായിരിക്കും കേട്ടോ. അവിടേക്ക് ബൈജു വരുന്നുണ്ട്. കല്യാണി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ കല്യാണി, ബൈജുവോ, എപ്പ എത്തി? ഞാൻ രാവിലെ വന്നതാ കല്യാണി, എനിക്ക് കല്യാണിയെ ഫേസ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ. ബൈജുക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് നടക്കാനൊന്നും വയ്യ കല്യാണി, കാലിന് ഒരു 2 അടി നടന്ന അപ്പ നീരാണ്. കല്യാണിനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ വന്നത്, എനിക്കിവിടെ നിൽക്കാൻ പോലും വയ്യ. കല്യാണി എന്നാലും ഈ അവസ്ഥയെ കാണേണ്ടി വന്നല്ലോ കല്യാണി, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ബൈജു, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആയി വരുന്നുണ്ട്. എന്നാലും കല്യാണി, ഇങ്ങനെ ഒരു കാണാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ പോട്ടെ കല്യാണി, നിൽക്കാൻ പോലും എനിക്ക് വയ്യ, ഞാൻ പുറത്തുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ബൈജു അവിടെ പോവാണ്. ബൈജുവിനെ കാണുമ്പോ കല്യാണിക്ക് വിഷമം വന്നിട്ടോ. ബൈജു കൊട്ടും വയ്യ, എന്നിട്ട് തന്നെ കാണാൻ വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് അതിനുശേഷം കാണിക്കുന്നത് രൂപേനെയാണ്. രൂപ ആകെ സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാട്ടോ. അത് കണ്ടുകൊണ്ട് ഷാരി ഇങ്ങനെ നിൽക്കാണ്. എന്റെ രാഹുലേട്ടനാ കൊന്നവനെ ജയിലിലാണ്, അതിന്റെ സമാധാനക്കേട് അവൾക്ക്. എന്തൊക്കെ പറഞ്ഞാലും അവന്റെ അമ്മാവനല്ലേ, അങ്ങനെയൊക്കെ കൊല്ലാവുമായിരുന്നോ എന്നൊക്കെ ഒരു ഗ്ലാസ്സിൽ മോരൊക്കെ ആയിട്ട് വരാട്ടോ. രൂപേ, ഇന്ന ഈ മോര് കുടിക്ക്, നല്ല സമാധാനം കിട്ടും. കൊണ്ടുപോയി നീ കുടിക്കടി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്റെ മോനാ ജയിലിൽ കിടക്കണം, അപ്പൊ ഞാൻ ഇവിടെ മോര് കുടിച്ചിരിക്കണോ അല്ലെ? അയ്യോ രൂപേ, കിരൺ മോൻ അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അവന് ജാമ്യം കിട്ടും രൂപേ. അവന് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അവൻ ചെയ്തത് നല്ല കാര്യമല്ലേ രൂപേ. നീയും നിന്റെ ഭർത്താവൊക്കെ കൊള്ളരുതാത്തവരാ, അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ചന്ദ്രസേന അവിടേക്ക് വരുന്നുണ്ട്. ചന്ദ്രേട്ട, എന്തായി കിരൺ മോന് ജാമ്യം കിട്ടുന്ന കാര്യം? ജാമ്യം കിട്ടിയില്ലടോ. നമ്മുടെ നവീൻ വക്കീല് പോയായിരുന്നു, പക്ഷെ ജാമ്യത്തിൽ എടുക്കാൻ പറ്റില്ല. അയ്യോ, എങ്കിൽ നരസിംഹ സാറിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പാടില്ലേ? നാളെ കോടതിയിൽ നവീൻ വക്കീലെ പറയാനുള്ള എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറയാൻ പാടില്ലേ? എടോ, ഞാൻ നരസിംഹ സാറിനെ വിളിക്കുന്ന മുമ്പ് എന്നെ നരസിംഹ സാർ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. പിന്നെ അത് പോരാണ്ട് മൂർത്തി മുത്തശ്ശനും വിളിച്ചിരുന്നു. അവരൊക്കെ നല്ല ആത്മവിശ്വാസം തന്നിരിക്കുന്നത്, പേടിക്കേണ്ടെന്നാ അവരൊക്കെ പറയുന്നത്. പക്ഷെ അവരുടെയൊക്കെ അപ്പോഴൊരു ഭയം, ഈ സി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്തിനാണ് ഇതിന്റെ പുറകെ നടക്കുന്നത് അറിയില്ല. അയാൾ ആ രീതിയിലാണ് കേസ് ബലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും, അയാൾക്ക് എത്ര പണം വേണമെങ്കിലും കൊടുക്കാം ചന്ദ്രേട്ട. എടോ, അയാൾ 1 രൂപ പോലും കൈക്കൂലി മേടിക്കാത്ത ആളാണ്. പിന്നെ ആ സ്റ്റെഫി പരാതി കൊടുത്തോണ്ടാ ഇതൊക്കെ സംഭവിച്ചത്. അവൾ എന്റെ കൈ കിട്ടട്ടെ, ചിലപ്പോ അവളുടെ അന്ത്യം എന്റെ കൈ കൊണ്ടിട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ സ്റ്റെഫി എവിടെ നോക്കിയോ കറങ്ങി ചന്ദ്രസേനന്റെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ചന്ദ്രസേനെ കാണുമ്പോൾ സ്റ്റെഫി ആകെ ഞെട്ടി നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. എന്തായാലും ചന്ദ്രസേന പറഞ്ഞിട്ടുണ്ട് സ്റ്റെഫിയുടെ മരണം ചന്ദ്രസേനന്റെ കൈ കൊണ്ടിട്ടായിരിക്കും. അത് എത്രത്തോളം നടക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.